ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഓപ്പറേഷനിലേക്ക് കടക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ നമ്മോടൊപ്പം ലൈവായിട്ട് ചേരുന്ന റിട്ടയർഡ് മേജർ ജനറൽ ശ്രീ എം ഇന്ദ്രബാലനാണ്. ശ്രീ ഇന്ദ്രബാലൻ സാർ, താങ്കൾ വയനാട്ടിൽ എത്തിക്കഴിഞ്ഞുവല്ലോ. ഇപ്പോൾ ഈ ഐബോർഡ് സംവിധാനം കൂടി കൊണ്ടുവരികയാണല്ലോ ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ, ഈ തെരച്ചിലിന് വേണ്ടി. അതിനു മുൻപ് ഇപ്പോൾ അവിടെ നടക്കുന്നത് എന്ന് വെച്ചാൽ ഈ മുണ്ടക്കൈയിൽ ഒരു സിഗ്നൽ കിട്ടിയിരിക്കുകയാണ് GPR എന്നുള്ളതാണല്ലോ. അത് എത്രമാത്രം ആധികാരികമായിട്ട് താങ്കൾ അത് വിലയിരുത്തുന്നുണ്ട്? ഒരു ജീവന്റെ തുടിപ്പ് തന്നെയാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയുമോ ഇല്ലയോ? ആ സിഗ്നൽ നമ്മുടെ അല്ല, ഇത് ആരുടെ GPR എന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ എക്വിപ്മെന്റ് ഇതുവരെ ഡിപ്ലോയിഡ് ആയിട്ടില്ല. ഞാൻ ഇന്നലെ അവിടെ വന്നിട്ട് ഡീറ്റെയിൽ റെക്കി ചെയ്തിട്ട് സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ്. Okay, so although private agency ആയിരിക്കും, I have not been able to watch the news because I've been traveling a lot. I've been working on how best we need to deploy. So അവിടെ ഒരു GPR ഉണ്ടെങ്കിൽ അവർക്ക് സിഗ്നൽ കിട്ടിയിട്ടെങ്കിൽ GPR പറയാൻ പറ്റില്ല ജീവിതം ഉണ്ടോ ഇല്ലയോ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സേ. GPR നമുക്ക് കിട്ടുന്നത് ഏതെങ്കിലും ഫോറിൻ ഒബ്ജക്ട് താഴെ ഉണ്ട്, അവർക്ക് അതിന്റെ ഫോറിൻ ഒബ്ജക്ട് കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് നെസറി അൽഗോരിതം ഉണ്ട്. അപ്പോഴേ അവർക്ക് പറയാൻ പറ്റുള്ളൂ സം ഫോറിൻ ഒബ്ജക്ട്. ഈ ഫോറിൻ ഒബ്ജക്ട് ദാറ്റ് ഇസ് നോൺ നാച്ചുറൽ ഒബ്ജക്ട്, അത് ബോഡി ആണോ, മെറ്റൽ ആണോ, പ്ലാസ്റ്റിക് ആണോ, ചെയർ ആണോ, സോഫ ആണോ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സേ. ഐ ഡോണ്ട് നോ ആരാ വന്നിരിക്കണം. ഐ എം വെരി ഹോപ്പ്ഫുൾ whosoever has come, I am sure he will have very good technology. അതിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് അവർക്ക് ഡയലക്ട്രിക് പ്രോബ്ലം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് അവർക്ക് അത് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ്സ് വണ്ടർഫുൾ. ലൈഫ് ഉണ്ടോ ഇല്ലയോ അറിയാനായിട്ട് വി ഹാവ് ടു ഓൺലി ഡു തെർമൽ ഇമേജിംഗ് ആൻഡ് ഓർ മേ ബി നമ്മൾ മൈക്രോ വേവ് റഡാർ ഉപയോഗിച്ചാൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റും മൂവ്മെന്റ് കണ്ടുപിടിച്ച്. നോർമൽ GPR ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഐ എം ഷുവർ ദി പീപ്പിൾ ഹാവ് ഡിപ്ലോയ്ഡ്. അവർക്ക് ടെക്നോളജി അവർ പറയുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ശ്രീ ഇന്ദ്രബാലൻ സാർ, ഈ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ അനുസരിച്ച് ബ്ലൂ സിഗ്നലും റെഡ് സിഗ്നലുകളും കിട്ടും. ആ ബ്ലൂ സിഗ്നലുകൾ എന്ന് പറഞ്ഞാൽ അത് ബ്രീത്ത് സിഗ്നലാണ്, റെഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് സിഗ്നലാണ്. അതിൽ 2 തവണ അവർ ഇങ്ങനെ ഒരു പരിശോധന നടത്തി. അതിൽ 2 തവണയും ബ്ലൂ സിഗ്നൽ കിട്ടി, അതായത് ബ്രീത്തിങ് സിഗ്നൽ കിട്ടി. അത് ഏതെങ്കിലും ഇപ്പോൾ മനുഷ്യനാണോ എന്ന് സ്ഥിരീകരിക്കാനാവില്ല, ഏതെങ്കിലും ഒരു ജീവിയുടേതായിരിക്കും എന്നുള്ളതാണ്. കുടുങ്ങിക്കിടക്കുന്നത് ഏതെങ്കിലും ശ്വസിക്കുന്ന ഒരു ജീവി ആയിരിക്കുമെന്ന് ഇപ്പോൾ നിലവിൽ ബ്രീത്ത് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് നൈറ്റിലും ഈ ഒരു മിഷൻ തുടരുവാനായിട്ട് CMO നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അവർ നിർത്തിയതാണ് ഈ മിഷൻ രാത്രി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, അപ്പൊ ഇത് ഇഫ് ദിസ് ഇൻഫർമേഷൻ നമ്മൾ കിട്ടുന്ന കറക്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് എക്സലന്റ്, ഇറ്റ് ഈസ് ഫാബുലസ്. അവർക്ക് ഞാൻ കോംപ്ലിമെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ ഫോർ ഹാവിംഗ് അച്ചീവ് ദിസ് ത്രൂ GPR. ആൻഡ് അങ്ങനത്തെ സിഗ്നൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഗിവൻ ഹയസ്റ്റ് പ്രയോറിറ്റി. ആ ഇക്വിപ്മെന്റ് ആണ് നമുക്ക് ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം ഇപ്പോൾ നമ്മളെ പ്രയോറിറ്റി എന്താണ്? ടു ബി ഏബിൾ ടു ക്യാപ്ചർ പീപ്പിൾ ഹു ആർ അലൈവ്. ദാറ്റ് ഈസ് ദി ഹയസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ പ്ലീസ് മൈ അപ്പീൽ വുഡ് ഓൺലി ബി ഈ പെർട്ടിക്കുലർ എക്വിപ്മെന്റിനെ ഇഫ് വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് റൈറ്റ്, അവർക്ക് അങ്ങനെ സിഗ്നൽ കിട്ടുകയാണെങ്കിൽ ഹയസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ഗിവൻ ടു ഡിപ്ലോയ് ദിസ് ആൻഡ് ട്രൈ ആൻഡ് സേവ് മാക്സിമം പീപ്പിൾ ഹു ആർ ഫൈറ്റിംഗ് ഫോർ സർവൈവൽ. അപ്പോൾ അത് ഈ നൈറ്റിലും ഈ മിഷൻ തുടരുക എന്നുള്ള തീരുമാനവും നല്ലതാണ് അല്ലേ? അതല്ലായിരുന്നെങ്കിൽ നേരത്തെ അത് വേണ്ട. 100%. കാരണം ദി പേഴ്സൺ ഹു ഈസ് ഫൈറ്റിംഗ് ഫോർ സർവൈവൽ എവറി മിനിറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഹിം. അപ്പൊ ഇവർ രാത്രി പോയിട്ട് they are using the signal and capturing it. My hats off to them. Amazing work they are doing. Please provide all support. കാരണം നമുക്ക് ജീവിതം രക്ഷിക്കാനായിട്ട് we can go to any extent and we must do. And I'm sure അവിടെ ഇരിക്കുന്ന ആർമി, NDRF, whosoever is there, അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവരാനായിട്ട് they are also doing equally commendable job. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ I would have joined them for sure. And this effort should be അതിനെ full പ്രോത്സാഹിക്കണം. We should all support it. സാർ ഇപ്പൊ എവിടെയാണുള്ളത്? വയനാട്ടിൽ വന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എവിടെയാണ് ഇപ്പോൾ? അല്ല, വയനാട്ടിൽ വന്നിട്ട് ഞാൻ എന്റെ ഫുൾ റെക്കി ചെയ്തിട്ട് തിരിച്ച് ഡൽഹി വന്നിരിക്കാണ് ടു പിക്ക് അപ്പ് സം ടെക്നിക്കൽ സ്റ്റഫ്. I'll be back there today. നമ്മുടെ ടീം they were airlifted by the Indian Air Force aircraft, which is a great privilege. We think great honor given to us. And അത് ഇന്ന് വൈകുന്നേരം ലാൻഡ് ആയിട്ടുണ്ട്. They have gone to their respective place of stay. നാളെ രാവിലെ they will be on ground and by the time അവർ റെഡി ആവുമ്പോഴേക്കും ഞാൻ അവിടെ എത്താൻ നോക്കുന്നു. താങ്കൾ ഈ ഐബോർഡ് സിസ്റ്റം കൊണ്ടുവരും അല്ലേ? അത് വെച്ചിട്ടുള്ള എക്സാമിനേഷൻ ആയിരിക്കും, എങ്ങനെയാണ്? യെസ്, ഐബോർഡ് സിഗ്നൽ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. ഐബോർഡ് സിസ്റ്റം ഇൻ ഇന്ത്യൻ എയർഫോഴ്സ് ഫ്ലൈറ്റ് അവിടെ ഇന്ന് എത്തിയിട്ടുണ്ട്.
That's what I'm saying. It's a big thing that the government has done to requisition Indian Air Force flight to shift this, transport the iBoard to Kerala. I think that's something wonderful, and we will try to do our best. ഐബോർഡ് മുണ്ടക്കയിലായിരിക്കില്ലേ? മുണ്ടക്കയിലേക്ക് കൊണ്ടുവരും. അവിടെ എത്തിച്ചിട്ടുണ്ടോ? മുണ്ടക്കയിൽ എത്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പോ അവിടെ കാലിക്കറ്റിന് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രാത്രി അവര് ഏറ്റവും അടുത്ത് എത്താൻ ഒരു പ്ലാനാണ്. രാത്രി ഇവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ നമ്മൾ ഡിപ്ലോയ്മെന്റ് തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നാളെ താങ്കൾ ഈ മിഷന്റെ ഭാഗമാവുകയാണ്? 100%. അതിന് തന്നെ അവിടെ വന്നിറക്കണതും വരാൻ പോകുന്നതും. എന്തായാലും താങ്കൾ വരുന്ന സമയത്ത് ഒരു നല്ല ഒരു വാർത്തയുമായിട്ട് തന്നെ അവിടെ ഈ മുണ്ടക്കൈയിൽ നിന്ന് ഇപ്പോൾ നടക്കുന്ന പരിശോധനാ സംഘം പുറത്തു വരട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം, ഇല്ലേ ശ്രീ ഇന്ദ്രബാലൻ? യെസ്, 100%. ഐ എം പ്രേയിങ് ടു ഗോഡ് അവരുടെ എക്വിപ്മെന്റ്, അവരുടെ സിഗ്നലും അവരുടെ റഡാർ എക്വിപ്മെന്റും ഫുൾ സപ്പോർട്ട് കിട്ടാനും സ്ട്രെങ്ത് കിട്ടാനും ആൻഡ് സക്സസ് ആവാനും എന്റെ ഫുൾ ബെസ്റ്റ് വിഷസ് ഉണ്ട്, പ്രേയേഴ്സ് ഉണ്ട്. ശരി, നന്ദി ശ്രീ ഇന്ദ്രബാലൻ. താങ്കൾ കുറച്ച് സമയം ഇരിക്കാമെന്ന് പറഞ്ഞു, ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തു. സോറി ഫോർ ദാറ്റ്. എന്തായാലും അവിടെ ഇപ്പോഴും ശ്വാസത്തുടിപ്പ് ആരുടേതാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 3 മണിയോടുകൂടിയാണ് ഇങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയത്. അതിനുശേഷമാണ് അവിടെ മണ്ണ് നീക്കിയുള്ള പരിശോധന. ആ 2 വീടുകൾക്കിടയിൽ, ഒരു വീടിന്റെ അടുക്കളയ്ക്കും തൊട്ടടുത്തുള്ള വീടിന്റെ ചുമരിനും ഇടയ്ക്കുള്ള ഭാഗത്ത് മണ്ണ് നീക്കിയുള്ള പരിശോധന നടത്തിയത്. അതിന്റെ സമീപത്തുള്ള കലുങ്കിനടിയിലും പരിശോധന നടത്തിയിരുന്നു. ജീവന്റെ ഒരു തുടിപ്പുണ്ട് എന്ന് GPR പരിശോധനയിൽ കണ്ടെത്തിയതോടുകൂടിയാണ് ഇങ്ങനെ ഒരു പരിശോധന നടത്തുവാനുള്ള തീരുമാനം എടുത്തത്.